ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷെറിൻ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആൽഫ്രെഡോ പാസ്ത. ചിലർ ഇതിനെ വൈറ്റ് സോസ് പാസ്ത എന്നും പറയാറുണ്ട്. നമുക്ക് ഈവനിങ്ങിലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് പാസ്താസ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈറ്റ് സോസ് പാസ്ത അഥവാ ആൽഫ്രെഡോ പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിച്ചത്, പിന്നെ നമ്മളൊരു 2 ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഗാർലിക്ക്, ഒരു 250 ml ഫ്രഷ് ക്രീം, ഞങ്ങൾ അമൂലിൻ്റെതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം. ഞങ്ങൾ ഈ ടൈപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. പാസ്ത വിവിധ ടൈപ്പുകളിലുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യം പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു റെസിപ്പിയാണ് പാസ്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ കുട്ടികൾ വരുന്ന സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പാസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു 4-5 മിനിറ്റ് പോലെ നമ്മുടെ ഓരോ പാസ്തയ്ക്കും ഓരോ വേവായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഏകദേശം ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ ഇല്ലാതെയും ഉണ്ടാക്കാവുന്നതാണ്. ചിക്കൻ ഓപ്ഷണലാണ്. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായി മുറിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി എടുത്താൽ മതിയാവും. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തുള്ള നമ്മുടെ പാസ്ത എടുത്തിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അത് നമ്മൾ ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിവാക്കിയെടുക്കാം. നമ്മുടെ പാസ്ത ഇപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. പാൻ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിട്ടുണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കുക. ഒരു 5-8 മതിയാവും. അത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഒരു ഏകദേശം ഒരു 250 ml എടുത്ത് മതിയാവും. നമ്മുടെ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലായാൽ മാത്രമേ നമുക്ക് കരിയാതെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫ്രഷ് ക്രീമും ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം, മഷ്റൂംസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ക്യാരറ്റ് മാത്രം ആയതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് മാത്രം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. ആ പാസ്ത അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ക്രഷ് ചെയ്ത ചീസ് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസ് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. അത് ഒന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി വെക്കുക. അപ്പോൾ നമ്മുടെ പാസ്തയുടെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൽഫ്രെഡോ പാസ്ത ഈസ് റെഡി. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പോരാത്തതിന് എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ചെറിയ ആൽഫ്രെഡോ പാസ്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.